സ്റ്റോറി രാഗേന്ദു. പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ. എഡിറ്റിംഗ് ഫസലുദ്ദീൻ VI. അസുരൻ്റെ പാതി. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. 4 കൂടി പുറത്തേക്ക് നടക്കുമായിരുന്നു. അതെ, ഒരു പിൻവിളി കേട്ട് 4 പേരും തിരിഞ്ഞു നോക്കി. മാധവ് സാറാണ്. സാർ നടന്ന് അവർക്ക് അരികിലേക്കെത്തി. ഭൗമിത്രി, ഭൂമി മറുപടി നൽകി. ആ, ഓക്കെ. തനിക്കിപ്പോൾ എങ്ങനെയുണ്ട്? അതിപ്പോൾ കുറേ ആയില്ലേ. ഞാൻ ഓക്കെയാണ് സർ. അവരുടെ സംഭാഷണത്തിൽ നിന്നും ബാക്കി 3 പേർക്കും ആ മുൻപരിചയമുള്ളവരാണെന്ന് വ്യക്തമായി. അവരുടെ സംസാരം കണ്ട് സഞ്ജനയുടെ കണ്ണുകളിൽ നിരാശയുടെ ഒരു നീർത്തിളക്കം രൂപപ്പെട്ടു. അതവൾ ആരും കാണാതെ മറച്ചു. തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ? നോ സർ, ഞാൻ നടക്കട്ടെ. ഓക്കെ. അവർ മുന്നോട്ട് നടന്നു. നിനക്ക് സാറിന് നേരത്തെ അറിയോ? സഞ്ജു ചാടി പിടിച്ച് ചോദിച്ചു. അതിന് ഭൂമി ഒന്നാക്കി ചിരിച്ചു. അപ്പോഴേക്കും തെക്കൻ്റെ കാർ അവിടേക്ക് പാഞ്ഞെത്തി. ഭൂമി എല്ലാവരോടും യാത്ര പറഞ്ഞ് കാറിൽ കയറി. സഞ്ജുവിൻ്റെ മനസ്സ് അപ്പോഴും അസ്വസ്ഥമായിരുന്നു. വീട്ടിൽ നിന്നല്പം ദൂരെയാണ് കോളേജ്. വർഷകാലം ആയതുകൊണ്ട് തന്നെ ഇത്തിരി മുന്നോട്ട് പോയതും മഴ നിർത്ത് പെയ്തുകൊണ്ടിരുന്നു. ഭൂമി സ്റ്റീരിയോയിൽ പാട്ട് വച്ചു. അത് കേട്ടതും അവനൊന്ന് ചിരിച്ചു. കാറിൽ കയറിയാൽ ഇത്തിരി ദൂരം ഉള്ളെങ്കിൽ പോലും പെണ്ണിന് പാട്ട് വേണം. സ്റ്റീരിയോയിലൂടെ ഒഴുകിയെത്തിയ ഗാനം ഇരുവർക്കുമിടയിൽ മധുരമുള്ളൊരു മൗനം സൃഷ്ടിച്ചു. ഭൂമി അരികിലെ അടഞ്ഞ ഗ്ലാസ്സിലൂടെ ഒഴുകിയിറങ്ങുന്ന വെള്ളത്തുള്ളികളെ കണ്ണിൽ നിറച്ചിരുന്നു. പുതിയ ഫ്രണ്ട്സിനൊക്കെ കിട്ടിയെന്ന് തോന്നുന്നു. മൗനത്തെ കീറി മുറിച്ചുകൊണ്ട് തെക്കൻ ചോദിച്ചു. വാതോരാതെ എന്തെങ്കിലും സംസാരിക്കുമെന്ന് പ്രതീക്ഷിച്ച തെക്കൻ്റെ വിചാരത്തെ പാടെ തെറ്റിച്ചുകൊണ്ട് അവളൊന്ന് മൂളുക മാത്രം ചെയ്തു. ഇരുവർക്കിടയിൽ തളം കെട്ടി നിന്ന മധുരമുള്ള മൗനത്തെ ഭേദിക്കാൻ അവൾ ആഗ്രഹിച്ചിരിക്കില്ല. വണ്ടിയിൽ അവനും അവൾക്കുമായി നിറഞ്ഞു നിന്ന ഏകാന്തതയിൽ അവൻ്റെ ബലിഷ്ഠമായ കൈകൾ അവളിൽ കുറുമ്പ് കാട്ടുന്നതും അപ്പോൾ അവനെ ഒന്ന് കണ്ണുരുട്ടി പേടിപ്പിക്കാനും അവൾക്ക് അതിയായ മോഹം തോന്നി. എന്നാൽ ഒന്നും തന്നെ ഉണ്ടായില്ല. എന്തൊക്കെയാ ചിന്തിച്ചു കൂട്ടുന്നത്? ഈ പ്രായത്തിൻ്റെ കുഴപ്പമാണ്. സ്വയം ശകാരിച്ചു നിർത്തുമ്പോഴും ആ തണുപ്പിൽ അവൻ്റെ ഒരു സ്പർശനത്തിനായി അവൾ കൊതിച്ചിരുന്നു. വണ്ടി പോർച്ചിൽ നിർത്തിയതും അവൾ വീട്ടിലേക്ക് നടന്നു കയറി. ഫ്രഷായി താഴെ ചെന്നപ്പോൾ ഡൈനിങ് ടേബിളിൽ തെക്കനും ഇരിക്കുന്നുണ്ട്. ഭൂമി അങ്ങോട്ടേക്ക് എത്തിയതും വടിവാൾ അവർക്കുള്ള ഫുഡുമായി എത്തി. കോളേജൊക്കെ എങ്ങനെയുണ്ട്? പുതിയ കൂട്ടൊക്കെ കിട്ടിയോ? കഴിക്കുന്നതിനിടയ്ക്ക് വടിവാൾ ചോദിച്ചു. 3 പേരെ കിട്ടി. ഒരാളായിട്ട് പണ്ടേ തൊട്ടേ കൂട്ടാം. അവിടുന്ന് അവൾ അവരെപ്പറ്റി വാചാലരായി. കൂടുതലും അശ്വിയെ പറ്റിയാണ് പറഞ്ഞത്. അത് തെക്കൻ കേൾക്കാൻ വേണ്ടിയായിരുന്നു. പിന്നെ അഞ്ജുവിനെ പറ്റിയും. എന്നാൽ പറഞ്ഞുകൊണ്ടിരുന്ന ഭൂമിയുടെ പ്ലാൻ മൊത്തം തെറ്റിച്ചുകൊണ്ട് തെക്കൻ്റെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവഭേദം ഒന്നും ഉണ്ടായില്ല. എന്നാൽ അടുത്തിരിക്കുന്ന വടിവാളിന് നല്ല അസൂയുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ അവൾക്ക് മനസ്സിലായി. ഈവനിങ് ആയതും അവൾ തെക്കനുമായി കളരി പ്രാക്ടീസ് ചെയ്തു. പൂന്തോട്ടത്തിനോട് ചേർന്ന് തന്നെ ഒരു വരാന്തയും ആ വരാന്തയോട് ചേർന്ന് തന്നെ വിശാലമായൊരു തറയുണ്ട്. കണ്ട പൊക്കം കുറഞ്ഞൊരു സ്റ്റേജാണെന്നേ തോന്നുന്നു. പ്രാക്ടീസൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവൾ ആകെ കുഴഞ്ഞ ആ തറയേക്ക് തന്നെ ഇരുന്നു. തെക്കനും അവളെ തന്നെ നോക്കി അവിടെ തന്നെ ഇരുന്നു. അവൾ ആകെ വിയർത്തിരുന്നു. അവളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ വിയർപ്പ് കണങ്ങൾ കഴുത്തിലൂടെ ഒഴുകി ടോപ്പിനുള്ളിലേക്ക് ഇറങ്ങുന്നതിൽ അവൻ്റെ കണ്ണ് പതിച്ചു. അവളെ ആദ്യമായി കണ്ടത് അവൻ്റെ ഉള്ളിലേക്കെത്തി. അന്നും അവൾ ഇതേപോലെ വിയർത്തൊലിച്ചിരുന്നു. അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി മിന്നി മാങ്ങി. എടി, നിനക്ക് മാധവ് സാറിനെ നേരത്തെ അറിയോ? ക്ലാസ്സിൽ വന്ന് കയറിയ പാടെ സീറ്റ് ഉറപ്പിച്ചുകൊണ്ട് സഞ്ജു ഭൂമിയോടായി ചോദിച്ചു. അറിയാം. അങ്ങനെ അവൾ അന്നുണ്ടായത് മുഴുവൻ അവരോടായി പറഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയി. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അവർ 4 പേരും കോളേജിലെ അറിയപ്പെടുന്ന തല്ലുകൊള്ളികളായി. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും തെക്കൻ പ്രിൻസിപ്പലിനെ വന്ന് സന്ദർശിക്കേണ്ട അവസ്ഥയാണ്. കൂടെ മറ്റ് 3 പേരുടെ പേരൻസും. ഇതിനിടെ 2 സസ്പെൻഷനും കിട്ടി. അല്ല, കുട്ടികൾ വാങ്ങിക്കഴിഞ്ഞു. 4 കൂടി കോളേജിലെ മാവിൽ വലിഞ്ഞു കയറി അതിലൊരു കട്ടിയുള്ള കൊമ്പിൽ സ്ഥാനം പിടിച്ചതും കൊമ്പൊടിഞ്ഞ് 4 നിലത്ത് വീണു. മരത്തിൽ കയറിയ 4-നൊന്നും പറ്റിയില്ലെങ്കിലും അത് വഴിയെ പോയ സാറിൻ്റെ കൈയൊടിഞ്ഞു. അശ്വിന് ഈ പെൺപിള്ളേരുടെ കൂടെ നടക്കുന്ന കാരണം ശ്രീകൃഷ്ണൻ എന്ന പേരും കിട്ടി. പക്ഷേ അവനതൊന്നും ശ്രദ്ധിക്കാനായിട്ട് പോയതുമില്ല. 4 സംഘത്തിൻ്റെ സ്വയം പ്രഖ്യാപിത തലവനായിരുന്നു അശ്വിൻ.
കാരണം 3 പെൺപിള്ളേരും 18കാരാണ്. എന്നാൽ അശ്വിൻ 19. ഭൂമി അവനെ ഏട്ടൻ കുഞ്ഞെന്നാണ് വിളിക്കാറ്. അതേപ്പറ്റി വീട്ടിൽ പറയുമ്പോൾ അപ്പുവേട്ടന് കലി കയറും. ഭൂമി അത് പെട്ടെന്ന് മാറ്റുകയും ചെയ്യും. കോളേജിൽ വന്ന അവൾക്ക് പറയാനുണ്ടായിരുന്നത് മുഴുവൻ അവളുടെ അപ്പുവേട്ടനെ പറ്റിയായിരുന്നു. ഇതിനിടെ ഒരു സെം കഴിഞ്ഞു. മൊബൈൽ ഫോണിൻ്റെ തലവെട്ടം പോലും കുട്ടി ആ സെം തീരുന്നവരെ കണ്ടിട്ടില്ല. ജയിൽവാസമായിരുന്നു. മാധവ് സാർ എന്നും ക്ലാസ്സിൽ വരും. ആളാണെങ്കിൽ ഭയങ്കര കലിപ്പനാണ്. ഈ കാര്യം ഭൂമി സഞ്ജനയോട് പറഞ്ഞതും നെവർ മൈൻഡ്. ഒരു കലിപ്പനെ പ്രേമിച്ചേട്ടനെന്ന കുട്ടിയുടെ അന്ത്യാഭിലാഷം അത്രേ. മാധവൻ സാർ ക്ലാസ് എടുക്കുന്നതിനിടയിൽ ഭൂമിയുടെ ബെഞ്ചിലേക്ക് നോക്കും. അത് കാണുമ്പോൾ സഞ്ജന മുഖം വെട്ടിച്ചും കൂർപ്പിച്ചും കെറിവിച്ചും ഒക്കെ നോക്കും. എവിടെ, അവൻ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഒരിക്കൽ ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും കൂടി ഭൂമിയുടെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവർ ഉടനെ തെക്കനെ ഫോണിൽ വിവരം അറിയിച്ചു. അവർ വരുന്നുണ്ടെന്നും എല്ലാ ഒരുക്കങ്ങളും ചെയ്യണമെന്നും. അങ്ങനെ ബസ് കയറി ഒരു ഓട്ടോ പിടിച്ചവർ വീട്ടിലെത്തി. വാതിക്കൽ തന്നെ തെക്കനും അപ്പുവേട്ടനും ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ തെക്കനെ അശ്വിന് ഭയങ്കര പേടിയായിരുന്നെങ്കിലും അവർ പെട്ടെന്ന് കൂട്ടായി. വടിവാൾ എപ്പോഴത്തെയും പോലെ പൊട്ടൻ കളിയൊന്നും ആയിരുന്നില്ല. വളരെ പക്വതയോടെയും മര്യാദയോടെയായിരുന്നു പെരുമാറിയത്. അഞ്ജുവിൻ്റെ തുറന്നടിച്ച സംസാരവും പല്ലിളിയും മറ്റും കണ്ടപ്പോൾ ഇതെന്ത് ജീവി എന്ന രീതിയിലാണ് വടിവാൾ നോക്കിയത്. സ്ഥായിയായ ഒരു പുഞ്ചിരി അപ്പുവേട്ടനിൽ സ്ഥാനം പിടിച്ചിരുന്നു. സാധാരണ കാണുന്ന കോമഡിയും ചളിയടിയും ഒന്നും അപ്പുവേട്ടനിൽ ഉണ്ടായിരുന്നില്ല. ഭൂമിയുടെ മനസ്സിൽ പല പല സംശയങ്ങളും ചോദ്യങ്ങളും ഉയർന്നു. അപ്പുവേട്ടൻ്റെ ചളിയടിയും കോമഡിയും ഒക്കെ ഒരു മുഖം മൂടിയാണെന്നും ആ മുഖം മൂടിക്ക് പിന്നിൽ എന്തോ ഒളിപ്പിക്കുന്നുണ്ട് എന്നും ഭൂമിക്ക് വ്യക്തമായി. വന്നവരെല്ലാവരും തിരപ്പോയി. രാത്രി ഭക്ഷണം കഴിക്കാനിരിക്കുവാണ് അവർ. പതിവ് പോലെ അപ്പു ഓരോരോ പൊട്ടത്തരങ്ങൾ പറയുന്നുണ്ട്. ഭൂമിക്ക് ആകെ കുറേ സംശയങ്ങളും ചോദ്യങ്ങളും. എങ്കിലും അവൾ അതൊക്കെ അടക്കി നിർത്തി. രാവണ, ആ അഞ്ജു അപ്പുവേട്ടന് നന്നായിട്ട് ചേരുവല്ലേ? രണ്ടും ഒരേ സ്വഭാവം. ആ, അത് ശരിയാ. തെക്കൻ അത് ഏറ്റുപിടിച്ചു. അപ്പുവിൻ്റെ മുഖത്തെ ഭാവം എന്താണെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. നമുക്ക് ഇവരെ അങ്ങ് കെട്ടിച്ചാലോ? ഭൂമി! തെക്കൻ എന്തോ പറയാൻ വന്നതും അടുത്ത നിമിഷം അപ്പുവിൻ്റെ അലർച്ച അവിടെ ആകെ ഉയർന്നു. ഭൂമി ഒന്ന് ഞെട്ടി. അപ്പുട്ടാ, എനിക്ക് കല്യാണം ആലോചിക്കാൻ നിന്നോട് ആരാ പറഞ്ഞേ? പിള്ളേരുടേതായ രീതിയിൽ നടന്നാൽ മതി. വളെ തെക്കൻ ദേഷ്യത്തിൽ വിളിച്ചു. എനിക്ക് കല്യാണം ആലോചിച്ച് ആരും ബുദ്ധിമുട്ടണമെന്നില്ല. അത്രയും പറഞ്ഞ് വടിവാൾ പാത്രവും കൊണ്ട് എഴുന്നേറ്റ് പോയി. പിന്നെ തെക്കനും ഭൂമിയും അവിടെ ഇരുന്നില്ല. വടിവാളെ, എന്താ നിന്റെ പ്രശ്നം? രാത്രി പണിയൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് കയറാൻ നിന്ന വടിവാളനോട് തെക്കൻ ചോദിച്ചു. എൻ്റെ പ്രശ്നങ്ങളൊന്നും നിങ്ങളെ ബാധിക്കണ കാര്യമല്ല. അല്ലായിരിക്കാം, പക്ഷേ ഇത്രയും നാൾ ഒരുമിച്ച് ജീവിച്ചിട്ട് ഇങ്ങനെ നീ ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല. ശരിയാ, കണ്ടിട്ടില്ല. നിങ്ങളൊന്നും കണ്ടില്ല. എന്നെപ്പറ്റി ഞാൻ പറഞ്ഞ അറിവ് മാത്രമല്ലേ നിങ്ങൾക്കുള്ളൂ. അല്ലാതെ എന്തറിയാം നിങ്ങൾക്ക്? ഒന്നും അറിയില്ല, ഒരു ചുക്കും അറിയില്ല. തെക്കൻ എന്തോ പറയാന്നതും വടിവാൾ അവനെ കൈ ഉയർത്തി തടഞ്ഞു. ആകെ കുഴഞ്ഞു മറിഞ്ഞ ജീവിതം. ഉള്ളിൻ്റെ ഉള്ളിൽ കടല. അതിങ്ങനെ ആർത്ത് തീരെ അടിച്ചോണ്ടിരിക്കുക. ആകെ ഇത്തിരി സമാധാനം എൻ്റെ ഭൂമിമോളെ കാണുമ്പോഴാണ്. അങ്ങനെയുള്ളപ്പോൾ ആ തകരം പറഞ്ഞ ജീവിതത്തിലേക്ക് എല്ലാം അറിഞ്ഞു വെച്ച് ഒന്നും നടന്നില്ലെന്ന് നടിച്ചൊരുത്തിയെ കൈപിടിച്ച് കയറ്റാൻ ഞാൻ തെക്കനല്ല. പുച്ഛത്തോടെയും ദേഷ്യത്തോടെയും പറഞ്ഞുകൊണ്ട് അവൻ വലിയ ശബ്ദത്തോടെ മുറിയിൽ കയറി വാതിലടച്ചു. അതോടെ ഭൂമിയിൽ ഉടലെടുത്ത സംശയവും ചോദ്യവും തെക്കനിൽ ഉടലെടുത്തു. താൻ അറിയാത്ത, അല്ലെങ്കിൽ തന്നോട് പറയാത്ത എന്തോ ഒന്ന് അവൻ്റെ ജീവിതത്തിൽ കാര്യമായി സംഭവിച്ചിട്ടുണ്ട്. തെക്കൻ റൂമിലേക്ക് വന്നപ്പോൾ ബാൽക്കണിയിൽ നിൽക്കുമായിരുന്നു ഭൂമി. അവൻ അടുത്ത് വന്ന് നിന്നുകൊണ്ട് വിളിച്ചു. കാര്യമായ ആലോചനയിലാണ് അവളെന്ന് അവന് മനസ്സിലായി. നീ എന്താ ഈ ആലോചിക്കുന്നത്? ഞാൻ അപ്പുവേട്ടനെ പറ്റി ആലോചിച്ചതാ. ഈ ചിരിയുടെയും കളിയുടെയും പിന്നിൽ എന്തോ വിദഗ്ധമായിട്ട് അപ്പുവേട്ടൻ മറയ്ക്കുന്നുണ്ട്. എന്താണെങ്കിലും അത് കണ്ടുപിടിക്കണം. അടുത്ത ദിവസം കോളേജിലെത്തിയ ഭൂമിയുടെ മനസ്സ് കലങ്ങി മറിഞ്ഞിരുന്നു. ഇന്നലെ രാത്രി മുതൽ ഇതുവരെ അപ്പുവേട്ടനുമായിട്ട് മിണ്ടിയിട്ടില്ല. ഇതിനെ വാതോരാതെ അഞ്ജു അപ്പുവിനെ പറ്റി ചോദിച്ചെങ്കിലും അവൾ വ്യക്തമായ ഒരു ഉത്തരവും നൽകിയില്ല. തിരിച്ചു വീട്ടിലെത്തിയ ഭൂമി കാര്യമായ ചിന്തയിലാണ്. വരാന്തയിൽ എന്തോ ആലോചിച്ചിരിക്കെ അവളുടെ തോളിലൊരു കൈതലം പതിച്ചു.
നോക്കിയപ്പോൾ നേരത്തെ പുഞ്ചിരിയുമായി അപ്പുവേട്ടൻ. അവളൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു. മോക്ക് സങ്കടമായിന്നറിയാം, പക്ഷേ ഒരു കാര്യം ചെയ്യുമ്പോൾ നന്നായി ആലോചിച്ചിട്ട് വേണം. അപ്പുവേട്ടനൊരു കൂട്ട് വേണമെന്ന് തോന്നി, അതാ ഞാൻ. അതുമാത്രമല്ല, എനിക്കൊരു കൂട്ടായില്ലേ. നുരഞ്ഞു പൊങ്ങിയ ദേഷ്യം അവൻ അടക്കി നിർത്തി. അമ്മോ, നീ കാര്യം അറിയാതെ സംസാരിക്കുന്ന. അല്ല ഭൂമി, നിനക്ക് ഞാൻ ആരാന്നറിയില്ല, എന്താണെന്ന് അറിയില്ല. ഏതോ കള്ളക്കേസിലകത്തുക. ഈ കാണുന്നതൊന്നുമല്ല സത്യം, നീ കേട്ടതുമല്ല. ചിലപ്പോൾ ആ എന്നെ നിനക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്നും വരില്ല. കൂടുതലൊന്നും എനിക്ക് പറയാനുമില്ല. കഴിഞ്ഞുപോയ കാലം മറന്ന് നിങ്ങൾക്കൊപ്പം കളിച്ച് ചിരിച്ച് നടക്കുന്ന ആളല്ല ഞാൻ. എൻ്റെ കഴിഞ്ഞ കാലം അത്ര പെട്ടെന്നൊന്നും എനിക്ക് മറക്കാനും ആവില്ല. അങ്ങനെ മറന്ന ആ മറവിയിൽ എൻ്റെ അമ്മൂമ്മോൾ ഉൾപ്പെടെ പലതും മറന്നു പോകും. കൂടുതലൊന്നും മോൾ അറിയണ്ട. വലിയ വലിയ തീരുമാനങ്ങളൊന്നും ഈ കുഞ്ഞിത്തലയിലിട്ട് പോകേം വേണ്ട. ഭൂമിയുടെ തല പിടിച്ച് കിഴുക്കിക്കൊണ്ട് വടിവാൾ പറഞ്ഞു. അവൾ വീണ്ടും അപ്പുവേട്ടൻ്റെ പഴയ ഭൂമിക്കുട്ടിയായി. അടുത്ത ദിവസം ക്ലാസ്സിലേക്ക് എത്തിയ ഭൂമി അഞ്ജുവിനെ കാര്യങ്ങൾ ധരിപ്പിച്ചു. അഞ്ജു, അങ്ങേർക്കൊരു പാസ്റ്റ് ഉണ്ട്, ഓർക്കാനും മറക്കാനും കഴിയാത്തൊരു പാസ്റ്റ്. ആരെയും പ്രണയിക്കാൻ കഴിയില്ലെന്നാ പറഞ്ഞ്. അങ്ങേരോട് പോവാൻ പറ. ഈ കോളേജിൽ തന്നെ എത്ര നല്ല പയ്യന്മാരുണ്ട്. ഭൂമിയോട് പറഞ്ഞുകൊണ്ട് അഞ്ജു ക്ലാസ് മുഴുവൻ പരതാൻ തുടങ്ങി. അവളുടെ പറച്ചിൽ കേട്ട് ഭൂമിയും സഞ്ജുവും അശ്വിനും മുഖത്തോട് മുഖം നോക്കി. ഭൂമിയോട് അങ്ങനെ പറഞ്ഞുവെങ്കിലും അവളുടെ ഉള്ളിലൊരു നോവുണർന്നിരുന്നു. മാധവ് സാറിൻ്റെ ക്ലാസ് തകൃതിയായി നടക്കും. ഭൂമി ഈ ഭൂമിയിലൊന്നുമല്ല. സാറിൻ്റെ നോട്ട ഇടയ്ക്കിടെ ഭൂമിയുടെ ബെഞ്ചിലേക്ക് എത്തുന്നുണ്ട്. അശ്വിന് മാധവ് സാറിന് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് പുള്ളി ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ട്. ഭൂമി ജനലരികിലാണ് ഇരിക്കുന്നത്. വാഗമരച്ചോട്ടിൽ 2-3 ചേട്ടന്മാരെ നിൽപ്പുണ്ട്. അങ്ങോട്ടാണ് കൊച്ചിൻ്റെ കണ്ണ്. ഭൂമി! മാധവ് കലി കയറി വിളിച്ചതും അവൾ ചാടി എഴുന്നേറ്റു. സാറിൻ്റെ നോട്ടം ഭൂമിയെ തേടിയെത്തുന്നത് സഹിക്കവയ്യാതെ ഓരോന്ന് പിറുപിറുത്തുകൊണ്ടിരിക്കുകയായിരുന്നു സഞ്ജു. അത് കണ്ട് മാധവ് അവളെയും പൊക്കി. തനിക്കെന്തോ ഒറ്റക്ക് സംസാരിക്കുന്ന അസുഖം വല്ലതും ഉണ്ടോ? സഞ്ജന ഒന്നും മിണ്ടിയില്ല. അവൾ ആ കുഞ്ഞു മുഖം വീർപ്പിച്ച് നിൽക്കുവാണ്. ഭൂമി, ജനലരികിൽ തനിക്കാരാ ക്ലാസ് എടുക്കുന്നത്? മാധവൻ്റെ ചോദ്യം കേട്ട് ഭൂമി ഒന്ന് പതറി. രണ്ടും അവിടെ നിന്നാൽ മതി. അതും പറഞ്ഞവൻ ക്ലാസ് എടുക്കാൻ തുടങ്ങി. പിന്നെ രണ്ടും അവിടെ നിന്ന് ക്ലാസ് കേട്ടു. കുറച്ച് കഴിഞ്ഞതും ബെല്ലടിച്ചു. 2 പേരും സ്റ്റാഫ് റൂമിലേക്കൊന്ന് വന്നേ. പോകുന്ന വഴി മാധവ് അവരെ വിളിച്ചു. 2 പേരും പിറകെ വച്ചു പിടിച്ചു. അല്ല, പഠിക്കാൻ തന്നെയാണോ വരുന്നത്? അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഈ കൂട്ടുകെട്ട ശരിയല്ലാത്ത ഇനി എൻ്റെ ക്ലാസ്സിലെങ്ങാൻ തോന്നിയ പോലെ ഇരുന്നാണ്ടല്ലോ, പൊയ്ക്കോ. സാർ അങ്ങനെ പറഞ്ഞതും 2 ആളും പുറത്തേക്ക് പോയി. സഞ്ജനയുടെ മുഖം വീർത്ത് ഒരു പരുവായി. ഭൂമി ഒന്ന് നിന്നേ. സാറിൻ്റെ വിളി കേട്ട് 2ഉം പിടിച്ച് കെട്ടിയ പോലെ നിന്നു. നിന്നോട് നിൽക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ, സഞ്ജനയോട് മാധവ് പറഞ്ഞു. അത് കേട്ടതും ഒന്നുകൂടെ വീർത്ത മുഖവുമായി അവൾ പുറത്തേക്ക് നടന്നു. എൻ്റെ ഭൂമി! അവൻ്റെ വിളി കേട്ട് ഭൂമിയും വെളിയിൽ അവരുടെ സംസാരത്തിന് കാതുകൊർപ്പിച്ച സഞ്ജു ഞെട്ടി. ഇങ്ങനെ തെക്കം മിക്കവാറും തെക്കോട്ടെടുക്കും. കല്യാണത്തിന് മുമ്പ് വിധവയാക്കല്ലേ എൻ്റെ ദേവി. ഓ! വെളിയിൽ നിൽക്കുന്ന സഞ്ജന മനസ്സിൽ പറഞ്ഞു. നീ എൻ്റെ പെങ്ങളെ പോലെയാ. നന്നായിട്ട് പഠിക്കാൻ നോക്ക്. നേരെ വീണ ശ്വാസത്തോടെ ഭൂമി ക്യാൻറ്റീനിലേക്ക് നടന്നു മറഞ്ഞു നിന്ന് സഞ്ജനയൊട്ട് അവൾ കണ്ടതുമില്ല. സഞ്ജു ഒന്ന് ശ്വാസം വലിച്ചു വിട്ടതും അവളെ ഒരു കൈ വലിച്ച് സ്റ്റാഫ് റൂമിനുള്ളിലേക്ക് കയറ്റി മറിഞ്ഞോട് ചേർത്ത് നിർത്തി. കണ്ണു മിഴിച്ച് അയാളെ തന്നെ നോക്കി നിൽക്കെ മാധവ് അവളിലേക്ക് മുഖം അടുപ്പിച്ചു. ഒരു നിമിഷം എന്താ നടക്കുന്നതെന്നറിയാതെ അവൾ കണ്ണുകൾ ഇറുക്കെ അടച്ചു. നിനക്ക് സമാധാനമായോടി കുശുമ്പി? മാധവ് സഞ്ജനയുടെ കാതുകളിലേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു. അവൾ കണ്ണ് തുറന്ന് അവനെ നോക്കി. ഇനി പൊയ്ക്കോ. എന്താ അവിടെ നടക്കുന്നതെന്ന് മനസ്സിലാവാതെ അവൾ അവനെ തന്നെ നോക്കി നിന്നു. ഇറങ്ങിപ്പോടി കുശുമ്പി. അവൾ ഇറങ്ങിയൊരു ഒറ്റ ഓട്ടമായിരുന്നു. സ്റ്റാഫ് റൂം കാലിയാണ്. അതാണ് ഇങ്ങനെ ഒരു കടുങ്കൈക്ക് മുതിർന്നത്. ആളൊരു പാവാണ്.
ഞാൻ ഭൂമിയെ നോക്കുന്നു എന്ന പേരിൽ പലപ്പോഴും ഇവളെയാണ് നോക്കാറ്. അവളത് അറിയാറില്ല എന്ന് മാത്രം. സ്വയം പറഞ്ഞവൻ ചിരിച്ചു. സഞ്ജു നേരെ ക്യാൻറ്റീനിലേക്ക് ഓടി. അശ്വിനും ഭൂമിയും പലവിധ സംസാരത്തിലാണ്. എന്നാൽ അവൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവർ ക്ലാസ്സിലേക്ക് പോയി. ക്ലാസ് എടുക്കുന്നതിനിടയിൽ മാധവ് സഞ്ജുവിനെ നോക്കുന്നുണ്ടെങ്കിലും അവൾ കള്ളപരിഭവം നടിച്ചിരുന്നു. തുടരും.